Greetings to all of you in the precious name of our Lord and Savior Jesus Christ. കർത്താവായ യേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സൂമിലൂടെയും ഇവിടെ കടന്നു വന്നുമായിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മൾ 5 സഭകളുടെ കുറിച്ചുള്ള എഴുത്തുകൾ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറയുന്ന എഫേസോസ് തൊട്ടുള്ള സഭകളുടെ എഴുത്തുകൾ കത്തുകൾ നമ്മൾ വായിക്കുകയും അവയെക്കുറിച്ച് അല്പമായി ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഫിലദൽഫിയ ചർച്ചിനെ കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുമുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിൻ്റെ കിരീടം ആരും എടുക്കാതെ ഇരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലെ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ കത്തെഴുതുമ്പോൾ ഇത് ഫിലദൽഫിയ ചർച്ചിന് വേണ്ടി പ്രത്യേകമായി എഴുതുന്ന ഒരു കത്താണ്. വെളിപ്പാട് പുസ്തകം ആ പുസ്തകമായിട്ട് യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചതിന് ശേഷം പൊതുവായിട്ട് എല്ലാ സഭകൾക്കും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു കേവലം ഫിലദൽഫിയയിലുള്ള ഒരു സഭയ്ക്ക് എഴുതുന്ന കത്താണെങ്കിലും ഏത് കാലഘട്ടത്തിലുമുള്ള സഭകൾക്ക് വായിക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് എഴുതുന്നതിലൂടെ പറയുന്നത്, ഇത് വായിക്കുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവന് ഇത് അനുഗ്രഹമാണ് എന്നുള്ളതാണ്. ഈ പട്ടണം പല പ്രാവശ്യം ഭൂകമ്പത്താൽ നശിക്കപ്പെട്ട ഒരു പട്ടണമാണ് ഫിലദൽഫിയ. ഈ ഫിലദൽഫിയ, അതായത് ഇത് ഭരിച്ചുകൊണ്ടിരുന്നത് BC 197 തൊട്ട് 160 വരെ ഭരിച്ച ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് യൂമെനീസ് രണ്ടാമൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് അറ്റാലസ് രണ്ടാമൻ എന്ന് പേരുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ രാജാവിന് വേണ്ടി യുദ്ധങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അറ്റാലസ് രണ്ടാമനായിരുന്നിരിക്കാം. ഈ സഹോദരനോടുള്ള സ്നേഹത്തിൽ അദ്ദേഹം സഹോദരൻ്റെ പേര് നിലനിർത്താനായിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് മാറ്റുകയും അത് ഈ സഹോദരൻ്റെ പേരോട് കൂടെ അറ്റാലസ് എന്നുള്ള പേരോടുകൂടെ ഫിലദൽഫസ് എന്നുള്ള പേര് കൊടുത്ത് ഫിലദൽഫിയ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നു. ഫിലദൽഫസ് എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹം എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. ഇന്ന് ആ സിറ്റിയുടെ പേര് ഫിലദൽഫിയ എന്നല്ല. നമ്മൾ ഇന്ന് ടർക്കിയിൽ പോയാൽ അവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ അറിയുന്നത് അള്ളാ ഷെഹിർ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പട്ടണം എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ സിറ്റി എന്നുള്ള പേരിൽ അതിന് പേര് മാറ്റിയിരിക്കുന്നു. ഇന്ന് ആ ചെറിയ റൂയിൻസൊക്കെ ഉണ്ട്. ആ തകർന്നു പോയ സിറ്റിയുടെ പേര് അവിടെയൊക്കെ ഉണ്ട്. അതിന് പുറകാലെ വീണ്ടും അതിൻ്റെ പേര് മാറ്റുന്നുണ്ട്. നിയോ സിസീറിയ എന്ന അതിന് AD 17 കഴിഞ്ഞൊരു പേര് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പട്ടണം ഭൂകമ്പത്താൽ തകർന്നു കഴിഞ്ഞ് സീസർ അഗസ്റ്റസ് അത് റീബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്താനായിട്ട് നിയോ സിസീറിയ അഥവാ പുതിയ സിസീറിയ എന്ന് ഇതിന് നാമകരണം ചെയ്തുകൊണ്ട്, ഇത് റോമിൻ്റെയും ഗ്രീസിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിരുന്നു ആ സാമ്രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്. എന്നാൽ ഇന്നത് ടോട്ടലി ഈ കത്തുകൾ എഴുതിയിരിക്കുന്ന 7 ചർച്ചുകളും ഇന്ന് ടർക്കിയിലാണ് കാണപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇന്ന്
ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പോയാൽ 45 മോസ്കുകൾ ഈ പട്ടണത്തിലുണ്ട്. അതുപോലുള്ള 25 കോപ്റ്റിക് ആൻഡ് കാത്തലിക് ചർച്ചുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സഭ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ചർച്ചുകൾ ഇന്നും ആ പ്രദേശങ്ങളിലുണ്ട്. ഈ പട്ടണത്തിൻ്റെ പ്രത്യേക ഉദ്ദേശം ഗ്രീക്ക് സംസ്കാരവും ലാംഗ്വേജും പരിഷ്കാരവും എല്ലാം ചുറ്റുപാടുമുള്ള ദേശങ്ങളെ അറിയിക്കാനുള്ള ഒരു വാതിലായിട്ടാണ് ഈ ഫിലദൽഫസ് പട്ടണത്തെ പടുത്തുയർത്തിയത്. സഹോദര സ്നേഹമെന്ന പേരുള്ള ഫിലദൽഫസ് പട്ടണത്തെ ഒരു വാതിൽ തുറന്നു കിടക്കുകയാണ്, ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെ ഗ്രീക്ക് സംസ്കാരം എത്തിച്ചു കൊടുക്കുവാൻ. അപ്പം കർത്താവ് പറയുന്നു, ഞാൻ നിനക്കൊരു വാതിൽ തുറന്നു വന്നിരിക്കുകയാണ്. വാതിലായിട്ട് ആ പ്രദേശത്ത് ശോഭിക്കുന്ന ഈ പട്ടണം ആയിരിക്കുന്നത് പ്രകാരം നിനക്ക് ഞാനൊരു വാതിൽ തുറന്നു തരുന്നു. എൻ്റെ സന്ദേശത്തെ, സുവിശേഷത്തെ ചുറ്റുപാടുമുള്ള ദേശത്തോട് അറിയിക്കാൻ എന്നുള്ള വലിയ ഒരു മെസ്സേജാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്നു അതിൻ്റെ 7-ാം വാക്യം വായിച്ചേട്ടൻ. അത് ഇത് അരുളി ചെയ്യുന്നവൻ ആരാണ്? ദാവീദിൻ്റെ താക്കോലുള്ളവൻ. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാനും ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുവാനും കഴിയുന്ന ദാവീദിൻ്റെ താക്കോലുള്ളവനായ, അത് യഹോവയെക്കുറിച്ചാണ് അത് പറയുന്നത്. നമ്മൾ യെശയ്യാ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് യഹോവയെക്കുറിച്ചാണ്. ആ താക്കോലുള്ളവനായ ഞാൻ അരുളി ചെയ്യുന്നത് എന്നുള്ള ഭാഷ്യത്തിലാണ് കർത്താവ് അതിനെ പ്രസ്താവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ താക്കോലുള്ളവൻ ഞാനാണിത് അരുളി ചെയ്യുന്നത് എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ സത്യവാനാണ്. യേശുവിനെക്കുറിച്ചുള്ള പേരിൻ്റെ അർത്ഥം സത്യവാൻ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 14:6-8-32, അതേ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 20-15 അതുപോലെയുള്ള എല്ലാ വാക്യങ്ങളും വായിക്കുമ്പോൾ ദൈവം സത്യവാൻ, യേശു സത്യവാൻ എന്ന് കാണുന്നു. ഞാൻ മറ്റൊരു മതത്തെക്കുറിച്ച് പറയുന്നതിൽ ക്ഷമിക്കണം. എന്നാൽ ഖുറാനിൽ എഴുതിയിരിക്കുന്നത് അള്ളാഹ് വക്രബുദ്ധിയുള്ളവനാണ്, അള്ളാഹ് ഡിസെപ്ഷനുള്ളവനാണ്. പല ഇടങ്ങളിൽ ഖുറാനിലെ അള്ളാഹയ്ക്കുള്ള പരാമർശം ഡിസെപ്ഷൻ, ക്രൂക്കഡ് ആണ്. അങ്ങനെയുള്ള ഒരു പരാമർശമാണ് അള്ളാഹയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ നമ്മുടെ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന ദൈവം സത്യവാൻ, ക്രൂക്കഡ്നെസ് അവനോടില്ല, ഒട്ടും ഇല്ല. അവൻ സത്യവാനാണ് എന്നുള്ള ഭാഗമാണ് നമ്മളവിടെ കാണിക്കുന്നത്. ദാവീദിൻ്റെ താക്കോലുള്ളവൻ. നമ്മൾ യെശയ്യാ പ്രവചനം എടുത്താൽ അതിൻ്റെ 22-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മളവിടെ ഒരു ഏലിയാക്കീം എന്നുള്ള ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. വാക്യം ഒന്ന് വായിച്ചേട്ടെ. യെശയ്യാ 22:26, 22. അപ്പം ഏലിയാക്കീമിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഏലിയാക്കീം എന്ന് പറയുന്നത് ദാവീദിൻ്റെ വംശാവലിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ പറയുകയാണ്, ഈ രാജ്യം പാരതന്ത്ര്യത്തിലേക്ക് പോകാം, ഇത് ബാബിലോണിന് അടിമയാകാം, പക്ഷേ എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാനും ആർക്കും തുറക്കുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കാനും കഴിയാത്ത ദാവീദിൻ്റെ താക്കോലുള്ളവൻ ഞാനാണ് എന്ന് യഹോവ അരുളി ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ യേശു പറയുകയാണ്, ഞാനും പിതാവും ഒന്ന് തന്നെയാണ് എന്ന് യേശു പറയുന്നുണ്ട്. എന്നിട്ട് യേശു ഇവിടെ പറയുകയാണ്, ആ താക്കോലുള്ളവനായ ഞാൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ മൊഴികളാണ് നമ്മൾ പിന്നീട് കാണുന്നത്. എന്നിട്ട് അവിടെ സഭയുടെ നന്മവശങ്ങൾ കാണുന്നു. 3:8 ഒന്ന് വായിച്ചാട്ടെ. 3-ാം അധ്യായം 8-ാം വാക്യം. പ്രൈസ് ദ ലോർഡ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നീ ഒരു ചെറിയ സഭയാണ്, വലിയ ആൾക്കൂട്ടമുള്ള ഒരു കൂട്ടായ്മ അല്ല ഈ ഫിലദൽഫിയ സഭയിലുള്ളത്. എന്നാൽ നീ അധികം ആൾക്കാരില്ല, നിനക്ക് ശക്തി ഭൗമികമായിട്ട് നോക്കിയാൽ കുറവാണ്, നീ ഒരു ചെറിയ കൂട്ടായ്മയാണ്. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറന്നു വച്ചിട്ടുണ്ട്. നിന്നിലെ
നിനക്ക് നീ ശക്തിയില്ലാത്തവനാണെങ്കിലും നീ ഒരു ചെറിയ കൂട്ടമാണെങ്കിലും ഞാൻ നിന്നെക്കൊണ്ട് വലിയത് ചെയ്യിക്കാമെന്നുള്ളൊരു ഹിൻ്റാണ് അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലദൽഫിയ സഭയ്ക്ക് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 3:10 വായിച്ചാട്ടെ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. പ്രൈസ് ദി ലോർഡ്. ഭൂതലത്തെ മുഴുവൻ പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണകാലം വരും എന്ന് പറയുന്നു. ഇന്ന് അമേരിക്കൻ സഭകൾക്ക് വലിയ പരീക്ഷണമുണ്ടോ? അല്ലെങ്കിൽ ലോകത്തിലെ പല ക്രിസ്ത്യൻ രാജ്യങ്ങളിലും വലിയ പീഡനങ്ങളൊന്നും സഭയ്ക്ക് എടുത്തു പറയാനില്ല. എന്നാൽ ഇറാൻ, ഇന്ത്യ, ചൈന അതുപോലെയുള്ള അനേക സ്ഥലങ്ങളിൽ സഭയ്ക്ക് പീഡനമുണ്ട്, ഉപദ്രവമുണ്ട്. എന്നാൽ സകല ലോകത്തിലും വരുവാനുള്ള പീഡ എന്നെഴുതിയിരിക്കുന്നത് ഇപ്പോൾ പോലുമില്ല. സകല ലോകത്തിലും ഇന്ന് പീഡനമില്ല. ഇത് എന്തിനെക്കുറിച്ച് പറയുന്നു? വരാനിരിക്കുന്ന മഹോദ്രവത്തെ കാണിക്കുകയാണ്. മഹോദ്രവകാലത്ത് സകലർക്കും പീഡനം ഉണ്ടാകും. മഹോദ്രവത്തിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ വേർതിരിക്കും എന്ന സഭയ്ക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ്. അപ്പോൾ ചിലർക്ക് തോന്നുന്ന നമ്മളെ ഈ ചിലയിടത്ത് പല പഠിപ്പിക്കലുമുണ്ട്, സഭ പീഡനത്തിലൂടെ കടന്നു പോകുമെന്ന്. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് ടേൺ ടു 2 തിമോത്തി 2 തിമോത്തി 2-ാം അധ്യായം എടുത്താട്ട് അതിൻ്റെ 11-12 വാക്യം നമുക്ക് വായിക്കാം. 2 തിമോത്തി 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. അപ്പോൾ ഇവിടെ ഈ മഹോദ്രവത്തിന് മുമ്പ് തന്നെ ഏത് നിന്ന, ഏത് പരിഹാസം, ഏത് പ്രോബ്ലം സഭകളും വിശ്വാസികളും സഹിക്കേണ്ടി വന്നാലും അവിടെ പറയാണ്ട് ക്രിസ്തുവിൽ നീ മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ നീ ജീവിക്കും. നീ ക്രിസ്തുവിന് വേണ്ടി സഹിച്ചാൽ നീ കൂടെ വാഴും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ സഹിച്ചാലും മരിച്ചാലും നമുക്കൊരു പ്രതിഫലമുണ്ട് എന്ന് തിമോത്തിക്ക് എഴുതിയ ആ ലെറ്ററിൽ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു ചെറിയ ആട്ടിൻകൂട്ടമാണ്. ജോവേൽ പ്രവചനം എടുത്താട്ട് അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യം. ജോവേൽ 2:11. ജോവേൽ പ്രവചനം 2:11 വാക്യം. കിട്ടിയവർ വായിച്ചു. യഹോവ തന്റെ സൈന്യത്തിന് മുൻപിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അന്വേഷിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു, അത് സഹിക്കുന്നവൻ ആർ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും സഭയോട് ദൈവത്തിന് പറയാനുള്ളത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ മടക്കി വരയണം. എന്ത് എതിർപ്പുകളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ നടുവിൽ നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന തെറ്റുകളെ കണ്ടുണരുവാനും അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ പ്രാപിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിൽ കടന്നു വരുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുകയാണ്, നീ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അത് ദൈവവചനം നമ്മളെ സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കുന്നതാണ്. നമ്മൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചാൽ കർത്താവിനോട് കൂടെ നമ്മൾ വാഴും. അത് ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. നമ്മൾ ക്രിസ്തുവിൽ മരിച്ചാൽ ക്രിസ്തുവിൽ ജീവിക്കും. അത് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. അപ്പം നമ്മുടെ ജീവനായിക്കൊള്ളട്ടെ മരണമായിക്കൊള്ളട്ടെ ഏത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും നിശ്ചയമായൊരു പ്രതിഫലമുണ്ട്. ക്രിസ്തുവിൽ മരിക്കുന്നവൻ ക്രിസ്തുവിലാണ് ചെന്ന് ചേരുന്നത്. ആബ്സെൻറ്റ് ഫ്രം ദ ബോഡി ഈസ് പ്രസൻറ്റ് വിത്ത് ദ ലോഡ്. അതുപോലെ നമ്മൾ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. കഷ്ടത കാണുമ്പോൾ അല്ലെങ്കിൽ പ്രതികൂലം കാണുമ്പോൾ ഓടിപ്പോകാൻ ഒരു സഭയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പറയുന്നത് എൻ്റെ നാമം നീ നിഷേധിച്ചിട്ടില്ല.
എതിർപ്പുകളില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ നാമത്തെ നീ ഉപേക്ഷിച്ചിട്ടില്ല, നീ എൻ്റെ വചനത്തിനു വേണ്ടി നിലനിന്നു എന്നുള്ളതാണ്. ഇനി സഭയ്ക്കുള്ള വാക്തത്വങ്ങൾ നമ്മൾ കാണുന്നു. 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചാട്ടെ. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അപ്പോൾ ഇവിടെ സഭയ്ക്ക് വാക്തത്വങ്ങൾ കൊടുക്കുകയാണ്. അതിലൊന്ന്, ഞാൻ നിനക്കൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഏത് കാലഘട്ടത്തും കർത്താവിന് പറയാനുള്ളത്, ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. നീ എണ്ണത്തിൽ കുറവായിരിക്കാം, നിനക്ക് ബലഹീനത കാണും, പക്ഷെ നീ എനിക്ക് വേണ്ടി നിലനിന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയാതവണ്ണം തുറന്ന ഒരു വാതിൽ ഞാൻ നിനക്കായിട്ട് ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 1 കൊരിന്ത്യർ 16:9 എടുക്കണമെന്നില്ല. അതിലെ കണ്ടൻസ് ഇതാണ്: വലുതും സഫലവുമായൊരു വാതിൽ ഞാൻ നിനക്കായിട്ട് തുറന്നു തരും എന്ന് പൗലോസിനോട് ദൈവം വാഗ്ദത്തം കൊടുക്കുന്ന നമുക്ക് കാണാം. പ്രതികൂലങ്ങളിലൂടെ പൗലോസ് കടന്നു പോകുമ്പോൾ, കൊരിന്ത്യയിലെ ആർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുകയാണ്, വലുതും സഫലവുമായൊരു വാതിൽ ഞാൻ നിനക്കായി തുറന്നു തരും. അതുപോലെ 2 കൊരിന്ത്യയിൽ അത് സമാനമായൊരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ 12-ാം വാക്യത്തിൽ, ത്രോവാസിൽ ദൈവം എനിക്കായിട്ടൊരു വാതിൽ തുറന്നു തന്നു എന്ന് പൗലോസ് പറയുകയാണ്. അവിടെയും പ്രതികൂലമുണ്ട്, എതിർപ്പുകളുണ്ട്. അങ്ങനെയുള്ള പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ത്രോവാസിൽ വെച്ച് പൗലോസിന് വേണ്ടി, വേലയ്ക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു കൊടുക്കുന്ന അവസ്ഥയെ നമ്മൾ കാണുന്നു. അപ്പോൾ ഏത് പ്രശ്നങ്ങളുടെ മധ്യേ നമ്മൾ ജീവിച്ചിരുന്നാലും നമുക്ക് വേണ്ടി ഒരു വഴി, നമുക്ക് വേണ്ടി ഒരു വാതിൽ, നമുക്ക് വേണ്ടി സുവിശേഷീകരണത്തിന് ഒരു പ്ലാൻ തയ്യാറാക്കി തരുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്ത് കർത്താവിന് വേണ്ടി ചെയ്താലും വിശ്വസ്തയോടെ കൂടെ ചെയ്യണം. ഒരു ചടങ്ങിന് ചെയ്തിട്ട് കാര്യമില്ല. വിശ്വസ്തയോടെ നാം ചെയ്യുന്നതിൽ വിശ്വസ്തയോടെ, അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം വിശ്വസ്തയോടെ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും. അപ്പോൾ ഇവിടെ പറയുന്നു, സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ഞാൻ നിൻ്റെ പാദത്തിങ്കൽ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഈ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന അവിടെ ഒരു സിനഗോഗുണ്ട് യഹൂദന്മാരുടെ. അപ്പോൾ ഈ യഹൂദന്മാർ പറയുന്നത് എന്താണ്? അവരിലൂടെ ഉള്ളൂ രക്ഷ, അവർക്ക് മാത്രമേ ഉള്ളൂ ദൈവ വെളിപ്പാടുണ്ടായിട്ടുള്ളവർ. ആ കളവായി പറയുന്നത്. അപ്പോൾ പൗലോസ് അതിന് മറുപടി പറയുന്നുണ്ട്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല. അപ്പോൾ അഹമേ യഹൂദനാകണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണം ഹൃദയം കൊണ്ട് ചെയ്യുന്ന, ഹൃദയത്തിൽ പരിച്ഛേദന. പുറമേ പരിച്ഛേദന ഏറ്റവൻ്റെ പരിച്ഛേദനയെ പൗലോസ് നിരസിച്ച് കളയുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, അകമേ പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്നത് പോലെ ഈ സിനഗോഗിൽ കൂടി വരുന്നവരെ, അവരുടെ പേരെന്തുവാ? യഹൂദന്മാരെന്നാണ്. പക്ഷേ അവർക്ക് കർത്താവിന് മശിഹയാണ് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ വാഗ്ദത്തം. അതാ പൗലോസ് പറയുന്നത്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല. അപ്പം പുറമേ ഇവർ യഹൂദരാണ്, ആന്തരികമായി ഇവർ യഹൂദരല്ല. കാരണം എന്താണ്? ഇവർ ദൈവം ഒരുക്കിയിരിക്കുന്ന മശിഹായെ ഇവർ തിരസ്കരിച്ചു. അപ്പോൾ പുറമേ അവർ യഹൂദരാണെങ്കിലും ആന്തരികമായി അവർ യഹൂദരല്ല. ഈ ദൈവത്തിന് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത ഒരു പാപമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന് വിരോധമായിട്ടുള്ള പാപം. ക്ഷമിക്കുകയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം എന്താണ്? വ്യഭിചാരമാണോ? കൊലപാതകമാണോ? മോഷ്ടിക്കുന്നതാണോ? ഒന്നുമല്ല. ഈവൻ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നത് പോലുമല്ല. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ആത്മാവിൽ പ്രഘോഷിപ്പിക്കപ്പെടുന്ന സത്യവചനത്തെ സ്വീകരിക്കാത്തതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മേലിൽ പറഞ്ഞ പാപമൊക്കെ ചെയ്യുന്നവരുടെ പാപം ദൈവം ക്ഷമിക്കും. എന്നാൽ സുവിശേഷത്തെ തിരസ്കരിക്കുന്ന, ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട് ദൈവാത്മാവിനാൽ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനത്തെ മറുത്തു നിന്നാൽ 2 കാര്യങ്ങൾ നടക്കും. ഒന്നിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാകും, അല്ലെങ്കിൽ അവർ നിത്യനാശത്തിലേക്ക് പോകും. ഇത് തന്നെ പറയുന്നേ. ഈ സാത്താൻ്റെ പള്ളിക്കാരെന്ന് പൊതുവെ യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ
പറയുകയാണ്, അവർ യഹൂദന്മാരെന്ന് പേരുണ്ട് ലിറ്ററലി, പക്ഷേ അവർ സത്യത്തെ തിരസ്കരിച്ചിരിക്കാൻ അവർ യഹൂദന്മാരെന്ന് പേരുണ്ട്, പക്ഷേ സാക്ഷാൽ യഹൂദരല്ല, ആന്തരികമായിട്ട് യഹൂദരല്ല. യേശു പറഞ്ഞല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ നിങ്ങളെന്നെ കൈക്കൊള്ളുന്നില്ല. ദൈവത്തെ കൈക്കൊള്ളാത്തവൻ പിശാചിൻ്റെ മക്കളാണെന്ന് യഹൂദന്മാരോട് തർജ്ജനം ചെയ്ത് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നു. കല്ലെടുത്തവനെ യേശുവിനെ എറിയാൻ നോക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ മശിഹായെ കൈക്കൊള്ളുന്നില്ല, ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ വസ്തുത. ഇവർ യഹൂദന്മാരൊക്കെ തന്നെയാണ്. നമ്മൾ പറഞ്ഞാൽ അവർ സാക്ഷാൽ യഹൂദരാന്ന് നമ്മൾ പറയും, കാരണം അവർ പണ്ട് ഇന്ന ഗോത്രത്തിൽ തന്നെ പെട്ടവരാണ്. എന്നാൽ അവർ സാത്താൻ്റെ പള്ളിക്കാരാണ്. ഇവരിൽ ചിലർ നിൻ്റെ പാദത്തിങ്കൽ വന്ന് നിന്നോട് ചേരും, നിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് നീ മുഖാന്തരം വിശ്വാസത്തിലേക്ക് വരുമെന്നുള്ളൊരു വാക്തത്വം ഈ വാതിൽ തുറന്നു കൊടുക്കുന്നതിലൂടെ കർത്താവ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി വിശ്വസ്തയോടെ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ, നേരത്തെ പേര് ശൗലെന്ന. ശൗല് കരുതിയത് താൻ ദൈവത്തിന് വേണ്ടി സീലോടെ ചില കാര്യങ്ങൾ ചെയ്യുന്നെന്നാണ്. അതിന് പുള്ളി ചെയ്തതെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു, ചിലരെ തടങ്കലിലാക്കി, ചിലരെ കൊല്ലിച്ചു, ചിലരെ പിന്നെ സ്തേഫാനോസിൻ്റെ കൊല്ലുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അവൻ്റെ വസ്ത്രം എറിയുന്നവരുടെ ദേഹത്ത് രക്തം പുരളാതെ ഇരിക്കേണ്ടതിന് മേൽക്കുപ്പായമൊക്കെ ഊരി വെച്ചതൊക്കെ കാത്ത് വാച്ച് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ശൗലിങ്ങനെ നിൽക്കുക. അപ്പോൾ ശൗലിന് ദമാസ്കസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവ് വെളിപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞത്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പം പുള്ളി നിഷ്കളങ്കതയോടെ ചോദിക്കും, ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ലല്ലോ, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ കർത്താവ് പറയാണ്, കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താ? തൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവർ തന്നെ ഉപദ്രവിക്കുന്നതിന് സമാനമാണ്. അപ്പോൾ സാത്താൻ്റെ പ്രവൃത്തിയാണ് ശൗൽ ചെയ്തുകൊണ്ട് നടന്നത്. ഞാൻ 8-ാം ദിവസം പരിച്ഛേദനയേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, പരിച്ഛേദന സംബന്ധിച്ച് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ഇങ്ങനെയൊക്കെയുള്ള അനേക പ്രശംസനീയമായ കാര്യങ്ങൾ അഭിമാനത്തോടു കൂടെയുള്ള ശൗലിനെ കുറിച്ച് ദൈവത്തിന് പറയാനുള്ളത് അവൻ പിശാചിന് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അറിയാതെ. എന്ന് പറയുന്നത് പോലെ താങ്കൾ യഹൂദന്മാരെന്ന് പേരുണ്ടെങ്കിലും യഹൂദന്മാരല്ല, വചനത്തിനും ദൈവത്തിനും എതിരുമായി നിലനിൽക്കുന്ന ഇവരിൽ ചിലരെ ഞാൻ നിൻ്റെ പാദത്തിങ്കൽ കൊണ്ടുവരും, അവർ വചനം കേട്ട് വിശ്വാസത്തിലേക്ക് വരുമെന്നുള്ള തുറന്നു കൊടുക്കുന്ന വാതിലിനെ കുറിച്ച് നമ്മളവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്ന പേരുകൊണ്ട് യഹൂദനായിരുന്ന ശൗൽ യഥാർത്ഥത്തിൽ യഹൂദനായി തീർന്നത് ആത്മീയമായ പരിച്ഛേദന, ഹൃദയത്തിൻ്റെ പരിച്ഛേദനയേറ്റ് ക്രിസ്തയേശുവിനെ കൈക്കൊണ്ടപ്പോഴാണ് എന്നുള്ളത് ഗ്രഹിക്കുമ്പോൾ ഈ ശരിയായിട്ടുള്ള പരിച്ഛേദനയും ശരിയായിട്ടുള്ള യഹൂദനെയും നമുക്ക് കാണാൻ കഴിയും. ക്രിസ്ത്യാനികളെന്ന് പേരുള്ള എത്രയോ പേരുണ്ട്, ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടിട്ടില്ലാത്തവരും ക്രിസ്തുവിൻ്റെ എതിരായി നിൽക്കുന്നവരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ക്രിസ്ത്യാനി എന്ന് പേരുണ്ടവരെങ്കിലും കള്ള ക്രിസ്ത്യാനികളാണെന്ന് ഈ ഭാഷ്യത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നീ എനിക്ക് വേണ്ടി നിന്നു, ഉപദ്രവങ്ങളെ സഹിച്ചു, പ്രതികൂലങ്ങളിൽ വാടിപ്പോയില്ല, നിലനിന്നു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിൻ്റെ ആൾക്കൂട്ടം ഇച്ചിരി കുറച്ചേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഫിലദൽഫിയ ചർച്ചേ, ഞാൻ നിനക്കൊരു നന്മ ചെയ്യും. നീ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൻ്റെ റിവാർഡ് എന്താണ്? പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ കാക്കും. നമ്മളോടും കർത്താവിന് പറയാനുള്ളത്, ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോയാലും വിശ്വാസത്യാഗമുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ രംഗങ്ങളും ഒരു വിശ്വാസിയുടെ അനുഭവത്തിലുണ്ടാകാം, ഉണ്ടായി വരാം. എന്നാൽ നീ പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ, സഹിക്കുന്നുവെങ്കിൽ, കൂടെ വാഴുമെന്ന് മാത്രമല്ല, ലോകത്തെ മുഴുവൻ പരീക്ഷിക്കുന്ന പരീക്ഷ കാലഘട്ടത്തിൽ ദൈവം നമ്മെ കാക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മെ റാപ്ചറിലൂടെ തിരുസന്നിധിയിൽ എടുക്കുമെന്നുള്ളതാണ്. ദുഷ്ടൻ ഈ ലോകത്തെ ഭരിക്കും, അന്തിക്രിസ്തുവിൻ്റെ രീതിയിൽ. അവൻ്റെ പേര് അന്തിക്രിസ്തു എന്നൊന്നും ആയിരിക്കത്തില്ല, നല്ല ആകർഷണീയമായ നല്ല പേരായിരിക്കും. പുള്ളി കണ്ട 2 കൊമ്പും 1 വാലും ഒക്കെയുള്ള വിരൂപരൂപിയായിരിക്കത്തില്ല, നല്ല യോഗ്യനായിരിക്കും.
ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തന്നെ ഒരു രാജ്യത്തിൻ്റെ ലീഡേഴ്സൊക്കെ പുള്ളിയുടെ കൈക്കീഴി വരും, എഗ്രിമെൻ്റ് വരും. ഇന്ന് നമ്മൾ പാലസ്തീന് നോക്കുമ്പോൾ യാതൊരു സമാധാനവുമില്ല. പുള്ളി സമാധാനം കൊണ്ടുവരാൻ നോക്കും. യഹൂദന്മാരോട് പറയും നിങ്ങൾ പള്ളി പണിതോളാൻ പറയും, അതിനുള്ള പെർമിഷൻ കൊടുക്കും. കഴിഞ്ഞ ഏതാണ്ട് 2000-ഓളം കൊല്ലം 70 തൊട്ടിൽ അവരുടെ ദേവാലയം തകർക്കപ്പെട്ടു. 1900 പരം വർഷമായിട്ട് ഒരു സ്വന്തമായ സഭ, ചർച്ചില്ലാത്ത ഒരു സമൂഹം ലോകത്തിലുണ്ടെങ്കിൽ അത് യഹൂദനാണ്. 1900 പരം വർഷങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു ദേവാലയമില്ല. അവരോട് ഈ ലീഡർ വന്നുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് പറയാണ്, നിനക്ക് ഞാൻ അനുവാദം തന്നിരിക്കുന്നു, പണിതോളാൻ പറയും. മെസ്സിഹ ആണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നതിൽ വല്ല സംശയമുണ്ടോ? വല്ല ബുദ്ധിമുട്ടോ? അവർക്ക് ചിന്തിക്കും, ഇവനാണ് മെസ്സിഹ, ഞങ്ങളുടെ ആലയം പുനഃസ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് ഓർഡർ തന്നു. ദേവാലയം പണിയും, അത് സ്ഥാപിക്കും. അതിനൊന്നും അധികം കാലഘട്ടം എടുക്കുകയില്ല. സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ ഇതൊക്കെ ആരംഭിച്ചു കഴിയും. സഭ ഏത് നിമിഷത്തും വരാം. കർത്താവ് പറഞ്ഞ് ഞാൻ കള്ളനെ പോലെ വരും. അങ്ങനെ കള്ളനെ പോലെ വന്ന് സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ ഈ ആലയം പണിക്ക് വേണ്ടിയുള്ള കല്ലുകളും കാര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും യഹൂദൻ ഒരുക്കി വെച്ചിരിക്കുക. യാഗം കഴിക്കാനുള്ള പശുവിനെ വരെ തയ്യാറാക്കിയിരിക്കുക, റെഡ് ഹൈഫർ. ഇതിനെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് യഹൂദൻ. അതൊന്ന് അസംബിൾ ചെയ്യാനേ ഉള്ളൂ. അത് ചില ദിവസങ്ങൾ കൊണ്ട് അവർക്ക് ചെയ്തെടുക്കാൻ കഴിയും. എന്നാൽ യെരുശലേം ദേവാലയം പണിത് കഴിയുമ്പോൾ സംഗതി തീരും. പണിത് കഴിയുമ്പോൾ അവൻ്റെ ഒരു പ്രതിമ കൊണ്ട് അവിടെ വെക്കും. യഹൂദൻ ഒരു പ്രതിമയും വെക്കുന്നതിനെ ഇഷ്ടമല്ലാത്ത ആളാണ്, കൂട്ടരാണ്. അപ്പം പ്രശ്നം തുടങ്ങും. യഹൂദനെ എത്രമാത്രം അന്തിക്രിസ്തു സ്നേഹിച്ചോ അതുപോലെ കഴിക്കാൻ തുടങ്ങും. പിന്നെ ഏറ്റവും കൂടുതൽ പ്രതികൂലം യഹൂദജാതിക്കെതിരെയായിരിക്കും. യാക്കോബിൻ്റെ കഷ്ടകാലം എന്നതിന് പേരുണ്ട്. അതുപോലെയുള്ള ഉപദ്രവം അവർക്കുണ്ടാകും. ഇന്നത്തെ സ്ഥിതിയൊക്കെ മാറും. യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന പേര് പറയും. യാക്കോബ് എന്നുള്ളത് ഇസ്രായേലിൻ്റെ വേറൊരു പേരാണല്ലോ, നേരത്തെയുള്ള പേരാണ്. അവൻ്റെ കഷ്ടകാലം എന്നതിന് പേരാകും. എന്നാൽ കർത്താവിൻ്റെ എബ്രായ ലേഖനം 12:2 പറയാറുള്ളത് ഇങ്ങനെയാണ്, എന്നാൽ ഏത് പ്രതികൂലം വന്നാലും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സഭ അല്ലെ വിശ്വാസി മുന്നേറണം. അതാണ് നമ്മളോട് പറയാനുള്ള കാര്യം. ഹല്ലേലൂയ. ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ കർത്താവ് ഒരു പ്രോമിസ് തരുന്നുണ്ട്. വരാനിരിക്കുന്ന പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ളൊരു വാഗ്ദത്തമാണ്. സഭയെ പീഡനത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ലോക്കലായിട്ടുണ്ടാകുന്ന ഇപ്പോൾ ഇന്ത്യയിലൊക്കെ പ്രതികൂലങ്ങളുണ്ട്, സുവിശേഷത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. അവയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ റാത്താണ് വരാനിരിക്കുന്ന പീഡനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കോപമാണ്. ഈ ഇന്ത്യയിലോ അല്ലെ മറ്റിടത്തോ നടക്കുന്ന പെർസിക്യൂഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ റാത്തല്ല. അതോ പ്രാദേശികമായിട്ട് അവിടെയുള്ള റൂളേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള ജനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലമാണ്. എന്നാൽ അന്ത്യകാലത്ത് ഉണ്ടാകാനിരിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ഉണ്ടാകാൻ പോകുന്ന 7 വർഷത്തെ പീഡനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കോപമെന്നാണ് അതിന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ആ ദൈവത്തിൻ്റെ കോപത്തിലൂടെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ കടത്തിവിടത്തില്ല. നമ്മളെ കോപത്തിനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, തൻ്റെ സന്നിധിയിൽ റെസ്റ്റ് എടുക്കാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. അപ്പോൾ ഈ പീഡനകാലത്ത് കർത്താവ് നമ്മെ കാക്കുന്നത് താൻ നമുക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഭവനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കാന്തനും സഭ മണവാട്ടിയും എന്നുള്ള നിലയിൽ പറയുമ്പോൾ അതൊരു ഹണിമൂൺ ടൈമാണെന്ന് വേണേൽ പറയാൻ പറ്റും. മണവാളനായ കർത്താവും സഭയായിരിക്കുന്ന വിശ്വാസികളും ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്ന സമയമാണത്. ജയാളികൾക്കുള്ള പ്രതിഫലം വെളിപ്പാട് പുസ്തകം 3:12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒന്ന് വായിച്ചാട്ടെ. 12-13 വാക്യങ്ങൾ. 12-13 വാക്യങ്ങൾ. പുതിയ
യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ഞാൻ ആലയത്തിലൊരു തൂണാക്കും എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രമുഖമായ ഒരു പേര് അല്ലെ സ്ഥാനം കൊടുക്കുന്നതിനെ ആണ്, ഒരു റിവാർഡാണ് അവിടെ കാണിക്കുന്നത്. ആലയത്തിലൊരു തൂണാക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, യെരൂശലേം ദേവാലയം ശലോമോൻ പണിത് കഴിഞ്ഞപ്പോൾ അവിടെ 2 തൂണുണ്ടായിരുന്നു. ഒരു തൂണിൻ്റെ പേര് ബോവസ് എന്നായിരുന്നു. ബോവസ് എന്നുള്ള തൂണ് വളരെ പ്രാധാന്യമുള്ള ഒരു പേരാണ്. ബോവസ് ആരാണ്? ദാവീദിൻ്റെ വല്യപ്പൻ്റെ പേരാണ് ബോവസ്. ആ പേരിന് വളരെ രൂത്തിൻ്റെ ഹസ്ബൻഡാണ്. അവിടെ നിന്നാണ് വാഗ്ദത്ത സന്തതിയായ ദാവീദ് പിൽക്കാലത്ത് ഉടലെടുക്കാൻ ആ തലമുറയിലുണ്ടായത്. അപ്പോൾ ആ ബോവസിൻ്റെ പേരാ ഒരു തൂണിന് കൊടുത്തിരിക്കുന്നത്. യെരൂശലേം ദേവാലയത്തിൽ ഒരു തൂണിൻ്റെ പേര്, 2 തൂണുള്ളതിൽ എന്ന് പറയുന്നത് പോലെ. അപ്പം ഒരു പ്രധാനമായ ഒരു സ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട്, സഭയുടെ തൂണുകളായി അറിയപ്പെടുന്ന 2-3 കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുണ്ട്. യാക്കോബ്, യോഹന്നാന്, പത്രോസ്. ഈ 3 പേർക്ക് പേര് കൊടുത്തിരുന്നത് സഭയുടെ തൂണുകളായ എന്നുള്ളതാണ് ലേഖനത്തിൽ അവരുടെ പേര് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രാധാന്യം അർഹിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് തൂണുകൾ എന്നുള്ള പ്രസ്താവന പഴയ നിയമത്തിൽ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു പുതിയ നാമം വെളിപ്പാട് പുസ്തകം 3:13 പറയുന്നുണ്ട്, പുതിയ നാമം. റെവലേഷൻ 14:1-2 വായിക്കുമ്പോഴും നമ്മൾ ഇതേ പരാമർശം കാണുന്നുണ്ട്. അപ്പോൾ ഫിലദൽഫിയ സഭയിലേക്ക് ഉള്ള ദൈവ കുഞ്ഞുങ്ങളോട് കർത്താവിന് പറയാനുള്ളത്, ഞാൻ നിന്നേക്ക് നല്ല റിവാർഡ്, പ്രതിഫലം നൽകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതിൽ നിന്ന് നമുക്ക് ചില കണ്ടൻസുകൾ ആയിട്ട് ചിന്തിച്ചാൽ എന്താണ് ചിന്തിക്കാനുള്ളത്? അവരെ അഭിനന്ദിക്കുന്നു. ചെറിയ സഭ, പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്ന സഭ, അധികം ആളില്ലാത്ത സഭ. എന്നാൽ അവരെക്കുറിച്ച് പറയാനുള്ളത്, നീ മറ്റുള്ളവരെ ക്രിസ്തുവിന് വേണ്ടി ചിലരെയൊക്കെ നേടി, അതുകൊണ്ട് നിനക്ക് അഭിനന്ദനം എന്നാണ് കർത്താവിന് പറയാനുള്ളത്. ആ തുറന്നു കൊടുത്ത വാതിൽ അല്ലെങ്കിൽ അവസരങ്ങൾ അവർ ഉപയോഗിച്ചു. ഓപ്പൺ ഡോർ മീൻസ് ഇറ്റ് ഈസ് എ ചാൻസ്, അവസരമാണ്. സോ ദേ യൂസ്ഡ് ഇറ്റ് പ്രോപ്പർലി. കൊച്ചു സഭയാണ്, അധികം ആളുകളില്ല, ചുറ്റുപാട് ഉപദ്രവം, പ്രതികൂലം, ബിംബാരാധന, ഇതൊക്കെയുള്ള കാര്യമാണ്. എന്നാൽ കിട്ടിയ ചാൻസ് അവർ ഉപയോഗിച്ചു. അവർ യഹൂദന്മാരോട്, എന്ന് സാത്താൻ്റെ പള്ളിക്കാരായി സിനഗോഗിലുള്ളവരോടും വെളിയിലുള്ള ജാതികളോടും എല്ലാം സുവിശേഷം അറിയിച്ചു. അങ്ങനെയുള്ളവർക്കൊരു പ്രതിഫലമുണ്ട്. 2, നീ എൻ്റെ വചനം കാത്തു. ഈ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഫിലോസഫിക്കലായിട്ടുള്ള അനേക പ്രസംഗങ്ങൾ കേട്ടെന്ന് വരാം, ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കും, കേൾക്കുമ്പോൾ വലിയ വൻ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടുള്ള ഒരു കാര്യത്തെയും അംഗീകരിക്കാൻ ദൈവാത്മാവ് നമ്മെ അനുവദിക്കുന്നില്ല. വചനം കാക്കുക. രക്ഷിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. സ്നാനപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ഇങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കർത്താവിൻ്റെ പ്രമാണങ്ങളെ നാം അനുസരിക്കണം, വചനം കാത്തുകൊള്ളണം എന്നുള്ള നിർദ്ദേശം നമുക്ക് തരുന്നു. ഇതൊക്കെയും പാലിച്ച ഒരു കൂട്ടമാണ് ഫിലദൽഫിയയിലെ സഭ. നീ എൻ്റെ നാമത്തെ പ്രതിഫലത്തിൻ്റെ മധ്യേ നിഷേധിച്ചിട്ടില്ല, അതാണ് കർത്താവ് പറയുന്നത്. ഈ പ്രതിഫലത്തിന് യോഗ്യരാകാനുള്ള കാര്യം അതാണ്. അതുകൊണ്ട് നിനക്കൊരു റിവാർഡുണ്ട്. ലോകം മുഴുവൻ കടന്നു പോകുന്ന പീഡനകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഹല്ലേലൂയ. റാപ്ചർ അതിന് മുമ്പേ നടക്കും. പീഡനകാലത്തിന് മുമ്പ് സഭ ദൈവസന്നിധിയിലായിരിക്കും. ഹവർ ഓഫ് ട്രയൽ എന്നാണ് പീഡനകാലത്തെക്കുറിച്ച് പറയുന്നത്. ഹവർ ഓഫ് ട്രയൽ. അപ്പോൾ ആ പീഡനകാലത്ത് നമ്മെ കാക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആലയത്തിൽ 2 തൂണുകളുണ്ടായിരുന്നു. അതിൽ ഒന്നിൻ്റെ പേര് ബോവസ് എന്നും മറ്റേൻ്റെ പേര് യാക്കീൻ എന്നാണ്. അപ്പോൾ ഈ 2 പേര് യഹൂദന്മാർക്ക് പ്രാധാന്യമുള്ളതാകിയാൽ ആ 2 പേര് കൊടുക്കുകയാണ്. അപ്പോൾ നിനക്ക് നിശ്ചയമായിട്ടും ഒരു റിവാർഡ് ഞാൻ തരും എന്നുള്ളതാണ് കർത്താവ് നമ്മളോട് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധി, ഞാൻ വിശുദ്ധനെന്നാണ് കർത്താവ് അഡ്രസ്സ് ചെയ്യുന്നത്. ഞാൻ വിശുദ്ധൻ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പല മതത്തിൻ്റെയും ലീഡർഷിപ്പ് പറയുന്ന അള്ള ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ചില ദേവന്മാരായിക്കൊള്ളട്ടെ, അവരൊന്നും വിശുദ്ധി അവരുടെ മാനദണ്ഡമല്ല. പവർ പറയുന്നുണ്ട്, എങ്കിലും വിശുദ്ധി അവരുടെ ക്വാളിറ്റി പെട്ടതല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ,
ഞാൻ ഒരു മതത്തെയോ അള്ളായോ പറയാനല്ല പറഞ്ഞത്. അവർ ക്രൂക്കഡാണെന്ന് അവിടെ ഖുറാനിൽ എഴുതിയിരിക്കുന്നത്. ദൈവം അവരുടെ പുള്ളിയുടെ പേരിൻ്റെ അർത്ഥം പറയാം, ഐ ആം ക്രൂക്കഡ്. ഞാൻ ഡിസെപ്ഷൻ എനിക്കുണ്ട്, ഞാൻ ഡിസെപ്റ്ററാണ് എന്ന് പറയും. ഒരു വിശുദ്ധനിൽ ഡിസെപ്ഷൻ കാണത്തില്ല. അപ്പം നമ്മുടെ ദൈവത്തിന് പറയാനുള്ളത് ഞാൻ വിശുദ്ധനാണ്. അപ്പോൾ സഭയോട് ദൈവത്തിന് പറയാനുള്ളത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ക്രൂക്കഡ്നെസ്സിലല്ല, വിശുദ്ധിയിൽ നിലനിൽപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 10:30 കർത്താവ് പറയുന്നത് എന്താ? ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ വിശുദ്ധനാണ്. സഭ വിശുദ്ധരായിരിക്കണം. ഈ ഒരു നിർദ്ദേശമാണ്, ഈ ഒരു മെസ്സേജാണ് ലവോദിക്കർക്ക് എഴുതിയ ആ ലെറ്ററിലൂടെ കർത്താവിന് സഭയോട് ഈ കാലത്ത് പറയാനുള്ളത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.